വിദ്യാർത്ഥികളിൽ വായനാശീലവും ശരിയായ അവബോധവും വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗൾഫ് മാധ്യമം ഒമാൻ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ക്യാമ്പസ് ലൈറ്റ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യൻ സ്കൂൾ ഓഫ് മുലദ്ദയിലാണ്. ഒമാനിലെ മറ്റു ഇന്ത്യൻ സ്കൂളുകളിലേക്കും ക്യാമ്പസ് ലൈറ്റ് പോലുള്ള പരിപാടികൾ, പദ്ധതികൾ വ്യാപിപ്പിക്കുകയാണ് ഇതിലൂടെ ഗൾഫ് മാധ്യമം ഒമാൻ ലക്ഷ്യമിടുന്നത്. ഗൾഫ് മാധ്യമം ക്യാമ്പസ് ലൈറ്റ് പദ്ധതിക്ക് ഇന്ത്യൻ സ്കൂൾ മുലദ്ദയിൽ തുടക്കമായി. സ്കൂളിന്റെ പ്രൗഢഗംഭീരമായ വാർഷികാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥി ഇന്ത്യൻ സ്കൂൾ ബോർഡ് ചെയർമാൻ ശിവകുമാർ മാണിക്കം, വിശിഷ്ടാതിഥി വടക്കൻ ബാത്തിന ഗവർണറേറ്റ് മുനിസിപ്പൽ കൗൺസിൽ അംഗം ഖനേം ബിൻ സൈഫ് ബിൻ സലീം അൽ ഖമീസി, നൂർഗസൽ ഫുഡ്സ് ആൻഡ് സ്പൈസസ് മാനേജിംഗ് ഡയറക്ടർ ഹസ്ലിൻ സലീം തുടങ്ങിയവർ, സ്കൂൾ ഹെഡ് ബോയ് മുഹമ്മദ് ഫായിസ്, ഹെഡ് ഗേൾ സിന്ധു ബിബിൻ പലേജ എന്നിവർക്ക് പത്രം നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ ഇന്ത്യൻ സ്കൂൾ മുലദ്ദ പ്രിൻസിപ്പൽ ഡോക്ടർ ലീന ഫ്രാൻസിസ്, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ മാത്യു വർഗീസ്, നൂർഗസൽ ഫുഡ്സ് ആൻഡ് സ്പൈസസ്, ഗൾഫ് മാധ്യമം പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളിൽ വായനാശീലം പരിപോഷിപ്പിക്കുന്നതിനായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ക്യാമ്പസ് ലൈറ്റ്. പദ്ധതിയിലൂടെ അടുത്ത ഒരു വർഷം ഗൾഫ് മാധ്യമവും അനുബന്ധ പ്രസിദ്ധീകരണങ്ങളും സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കായി ലഭ്യമാക്കും. ഒഴിവ് വേളകളിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി ഗൾഫ് മാധ്യമം ഇതിലൂടെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. വരും ദിവസങ്ങളിൽ മറ്റ് ഇന്ത്യൻ സ്കൂളുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഗൾഫ് മാധ്യമം, മസ്കത്ത്.